മക്ക കരാർ പാകിസ്ഥാന്റെ കണ്ണിൽ പൊടിയിടൽ തന്ത്രമെന്ന വിലയിരുത്തൽ. പശ്ചിമേഷ്യൻ മധ്യസ്ഥ ശ്രമത്തിൽ മേൽക്കൈ നേടാനുള്ള നീക്കം പൊളിഞ്ഞതോടെയാണ് സൗദി തുർക്കി ത്രിരാഷ്ട്ര സൈനിക കരാറിന് പാകിസ്ഥാൻ തുനിഞ്ഞത്. കരാറിനെ ഇറാൻ ആക്ഷേപിച്ചത് പാകിസ്ഥാന് ക്ഷീണമാവുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ലൈവ് ഡെസ്കിൽ നിന്നും വിനോദാണ് നമ്മളുമായി ചേരുന്നത്. വിനോദ്, പശ്ചിമേഷ്യയിലെ സുരക്ഷാ ഭീഷണി നേരിടാൻ ലക്ഷ്യമിട്ടുള്ള കരാർ കണ്ണിൽ പൊടിയിടൽ തന്ത്രമെന്ന് വിലയിരുത്താനുള്ള കാരണം എന്താണ്? ഈ പാകിസ്ഥാനാണ് ആദ്യം മുതൽ തന്നെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ശ്രമിച്ചത്. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടത് ഇസ്ലാമാബാദിലായിരുന്നു ആദ്യത്തെ ചർച്ച നടന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഭീകര രാജ്യം എന്ന പ്രതിച്ഛായയുള്ള പാകിസ്ഥാൻ അവരുടെ പ്രതിച്ഛായ മാറ്റുക, അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ ശക്തിയായി വർത്തിക്കുക, അങ്ങനെ ഒരു ലക്ഷ്യത്തോടെയായിരുന്നു പാകിസ്ഥാന്റെ നീക്കം. പക്ഷേ അങ്ങനെ ഒരു മേൽക്കൈ നേടാനുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞു. ഇസ്ലാമാബാദിൽ രണ്ടാം ഘട്ട ചർച്ച തീരുമാനിച്ചിരുന്നെങ്കിലും ആ ചർച്ച നടന്നില്ല. സ്വിറ്റ്സർലാൻഡ് കരാറാകട്ടെ പാളിപ്പോവുകയും ചെയ്തു. വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. നേരത്തെ തന്നെ സൗദിയുമായി പാകിസ്ഥാന് കരാറുണ്ടായിരുന്നു, സൈനിക കരാർ ഏർപ്പെട്ടിരുന്നു. കാരണം പാകിസ്ഥാൻ ആണവ രാജ്യമാണ്, സൗദി ആകട്ടെ സാമ്പത്തികമായി വളരെ ശക്തിയായ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആണവ രാജ്യമായ പാകിസ്ഥാൻ്റെ പിന്തുണ സൗദിക്ക് പശ്ചിമേഷ്യയിൽ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യം അങ്ങനെ ഒരു കരാറിലേക്ക് പോയത്. ഇപ്പോൾ ഇതാ തുർക്കിയുമായി കൂടി മറ്റൊരു കരാർ, ഈ സഖ്യം മക്ക കരാർ എന്ന പേരിൽ വലിയൊരു സഖ്യത്തിലേക്ക് പോകുമ്പോൾ അത് പാകിസ്ഥാൻ്റെ ഒരു കണ്ണിൽ പൊടിയിടൽ തന്ത്രമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം മധ്യസ്ഥ ശ്രമങ്ങൾ പാളുകയും ഇറാനുമായുള്ള ബന്ധം ഊഷ്മളമല്ലാതാവുകയും ചെയ്തു. പാകിസ്ഥാൻ ഇറാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. അവിടുത്തെ പൈപ്പ് ലൈൻ വഴി എണ്ണ ഉൾപ്പെടെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരുന്നതിന് ഈ മധ്യസ്ഥ ശ്രമം വിജയിച്ചാൽ കൂടുതലായി ഇറാനിൽ നിന്ന് എണ്ണ ഉൾപ്പെടെ കൊണ്ടുവരുന്നതിനുള്ള നീക്കമൊക്കെയായിരുന്നു പാകിസ്ഥാൻ നടത്തിയത്. ആ ഒരു ലക്ഷ്യത്തിലൂടെ ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്ന ആഭ്യന്തര കലഹം ഒഴിവാക്കുക എന്നതാണ്. ആ കലാപം ഒഴിവാക്കുന്നതിന് വേണ്ടി അവിടെ ബലൂച്ച് വിഭാഗത്തിൻ്റെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. പാക് അധിനിവേശ കാശ്മീരിൽ അവിടെ ഒരു വിഭാഗം പാകിസ്ഥാനെതിരെ വലിയ പോരുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇറാനുമായുള്ള ഒരു സഖ്യം താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അത് പൊളിഞ്ഞു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇറാൻ പൂർണ്ണമായും പാകിസ്ഥാനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പെസഷ്കിയാൻ ഉൾപ്പെടെയുള്ളവർ ഈ കരാറിനെ കളിയാക്കിക്കൊണ്ട് രംഗത്തെത്തി. ഇതൊരു വെറും കടലാസ് കരാറാണ്, ഈ കരാർ കൊണ്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല എന്നതാണ്. പക്ഷേ തുർക്കി ഇവരോടൊപ്പം ചേരുമ്പോൾ അതിന് മറ്റ് മാനങ്ങൾ വരികയാണ്. നാറ്റോയിൽ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് തുർക്കി. ഇന്ത്യയിൽ യാത്രാവിമാനം തകർന്നപ്പോഴും കൊച്ചി തീരത്ത് കപ്പൽ തകർന്നു വീണപ്പോഴും ഒക്കെ തന്നെ തുർക്കിയുടെ ചില ഇടപെടലുകൾ, അട്ടിമറി സാധ്യതകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ സാങ്കേതിക രംഗത്ത് വളരെയധികം ശക്തമായ ഒരു രാജ്യമാണ് തുർക്കി. ആ തുർക്കി സൗദിയോടും പാകിസ്ഥാനും ചേരുന്നു എന്നൊരു കാര്യം ഇവിടെ ഉണ്ടെങ്കിൽ തന്നെയും പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതൊരു കണ്ണിൽ പൊടിയിൽ തന്ത്രമാണ്. അവരുടെ ജനതയെ വിശ്വാസത്തിലെടുക്കാനുള്ള ഒരു നീക്കമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ശരി, വിനോദാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.